ഇതൊന്നും ചാനലിലൂടെ കേട്ടോ. ആണുങ്ങള് കിച്ചണിൽ ഇറങ്ങി ദോഷം എന്തൊക്കെ കേസ് തരുമോ? ആണുങ്ങള് കിച്ചണിൽ ഇറങ്ങാനേ പാടില്ല, സ്വന്തം വീട്ടിൽ തുറക്കാൻ പാടില്ല. ചവിട്ടി കൂട്ടുന്നേ യാപ്പിക്കുട്ടി എന്നെ ചവിട്ടി കൂട്ടുന്നേ. അതാണ് അവരെ പറയാറില്ല, കാണിച്ചു കൊടുക്കും, പ്രവൃത്തികളെ കാണിച്ചു കൊടുക്കും കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അവിടെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്ത് തരാണ്. അപ്പൊ അടുത്ത് ഇവിടെ ഒരു വീഡിയോ തുടങ്ങി, അതുകൊണ്ട് ഇവിടെ നോക്കണേ. അതല്ല ഇപ്പൊ കഴിഞ്ഞത്. അപ്പോഴേ ഞങ്ങളിതാ ഇപ്പം സുലുവിന്റെ വീട്ടിലത്തെ ഒരു ദിവസത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷൈത്താടെ വീട്ടിൽ പോവാണ് കേട്ടോ. ഈ 2 ദിവസം ഞങ്ങൾക്ക് യാത്രാ ദിവസങ്ങളാണ്. അപ്പം എന്താ പറയാ, നമ്മള് ഷൈത്താന്റെ വീട്ടിലേക്ക് പോവാണ്. ബസ് സ്റ്റാൻഡിലാക്കി കൊടുക്കും. അവളെ വീട്ടിലേക്ക് പോകും. നാളെ എക്സാം ഉണ്ട് അല്ലേ മോളെ? എക്സാം ഡിഗ്രി ഫൈനൽ ഇയർ ആട്ടോ പഠിക്കുന്നത്. അപ്പം അവള് എക്സാമിന് പോകാൻ വേണ്ടിട്ട് അവൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അവൾ അങ്ങനെ അവള് തൂതേക്ക് വരുന്നില്ല. അപ്പൊ ഞങ്ങൾ അവളെ ആക്കിയിട്ട് ഞങ്ങൾ നേരെ തൂതേക്ക് പോകും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. സാറ്റർഡേ ഈവനിങ് അല്ലേ. പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിച്ചപ്പോഴത്തേനും നന്നായിട്ട് സമയം വൈകി. ഏകദേശം മഗ്‌രിബ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അനുമോളെ ബസ് കയറ്റി വിടാൻ വേണ്ടി തോന്നിയില്ല. അപ്പോൾ എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടി ഷൈത്താൻ്റെ വീട്ടിലേക്ക് പോകുന്നു. നാളെ ഇവിടെ നിന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട്. അവന്റെ കണ്ണുകൾ രാത്രി തിളക്കമുള്ളതുകൊണ്ട് ഞങ്ങൾ അവനെ എടുക്കാനൊന്നും പോണ്ട, കുറച്ചൊരു കണ്ണ് മനസ്സിലാവട്ടെ, അല്ലെങ്കിൽ എടുക്കലും പോകും. അങ്ങനെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ഞങ്ങക്ക് മുകളിൽ നിന്ന്. ആരും ഓടിപ്പോയിരിക്കണ്ട, എല്ലാരും കഴിഞ്ഞു. കുട്ടിക്ക് നല്ല ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുക. വാന്നൊക്കെ പറയും. ട്രെയിനിങ് ഓളാണെങ്കിൽ ആകെ പോയി പോകാൻ വിചാരിച്ചൊന്നും പോണില്ല. ഞാൻ വരില്ല എങ്ങനെയാണെങ്കിൽ കുട്ടി മേടിച്ചു. ഷുഗർ ഒന്നുമില്ല, പക്ഷെ നല്ല കൊളസ്ട്രോളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓഹോ, നെയ്യൊക്കെ വേണ്ട വിധം അരിക്കോരി ഇട്ടിക്കണം. പക്ഷെ വേഗം പൊടിഞ്ഞു പോകൂലേ അങ്ങനെ ആകുമ്പോ. ഈ ബേക്കറി ഇഷ്ടമില്ലാത്തോണ്ടേ എനിക്ക് സെലക്ട് ഉണ്ടല്ലോ. ബേക്കറി കടയൊക്കെ പോയാ എനിക്ക് ആകെ ഇഷ്ടം. ഇതിപ്പോ എന്ത് സാധനം വാങ്ങിക്കാന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനത്തെ കേക്ക് ഈ മുറുക്കൊക്കെ ഞാൻ ഇവിടെ വന്നാ കാണാറുണ്ട്. അപ്പോഴാണ് അളിയൻ പറഞ്ഞു എനിക്ക് ഷൈദാനൊന്ന് വിളിച്ചാ പോരാ ഇതിലേന്ന്. സാധനങ്ങൾ ഓള് സെലക്ട് ചെയ്ത് ഞങ്ങൾ 3-4 ഇങ്ങനെ പോകുമ്പോ സുഖം പറയും അമ്മ അവിടെ ഞാൻ പോയിട്ട് ചൂടൊന്നും പറ്റണ്ടേ ചെയ്യാ. യാമിക്കുട്ടിന്റെ പയ്യല്ലാത്തോണ്ടേ ഉണ്ണിക്കുട്ടിനെ കണ്ടപ്പോ സന്തോഷായിന്. അപ്പൊ ഓൾക്കോളെ പയ്യനെ കണ്ട പോലത്തെ ഒരു ഫീലുണ്ട്. ഉണ്ണിക്കുട്ടൻ ഇടയ്ക്കൂടെ വന്ന് നിന്നിട്ട് ഓൾക്ക് ഓളെ പയ്യന്റെ പോലെയാണ്. ഉണ്ണിക്കുട്ടിനെ നല്ല പരിചയം. പക്ഷെ ഞങ്ങളെ കണ്ട ഒന്ന് പരിചയപ്പെട്ടിട്ട് വേണം കേട്ടോ. ആ 2 തിളക്കമുള്ള വസ്തുവിലൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലേ പിന്നെ ഒന്ന് ശരിക്കും. നല്ല കളിയില ഇവിടെ AC ഒക്കെ ഇട്ടിട്ട് അവള്. എങ്ങോട്ടാ പോണേ? എന്തപ്പോ വേറെ വേറെ പേജുകളിൽ ഷെഫ് കാക്കാന്റെ ബുക്കിൽ എന്തൊക്കെയോ എഴുതി വെച്ച് എന്തൊക്കെയോ ഷെഫ് കാക്കാന്റെ ബുക്കാണ്. കുട്ടികളുടെ പോലെ കുട്ടികളാണ്, തീരെ ചെറിയ കുട്ടികളെ പോലെ എന്തൊക്കെയോ ഉണ്ട്. നമ്മളെ സാധനങ്ങൾ എടുത്തുകൊണ്ടിരണം. ഡ്രസ്സ് ഒന്ന് മാറ്റണം. ഈ ഡ്രസ്സ് ഞാൻ പിന്നെയും കുറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഈ ഡ്രസ്സ് തന്ന പേജിന്റെ ഇതാ. ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. യാമിക്കുട്ടിന്റെ ചേര്
നീ ഒന്നും ചെറുതായപ്പോ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മളൊന്നും ഇങ്ങനത്തെ ഒന്നും അങ്ങനെ അങ്ങോട്ട് അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും കണ്ടില്ല. നമ്മള് യൂറോപ്യൻസിന്റെ കുട്ടികളുടെ വീഡിയോ കണ്ടിട്ടുള്ളൂ അല്ലേ. അപ്പൊ യാമിക്കുട്ടിക്ക് ഇതാ ഫുൾ ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. ഓണം പേപ്പിച്ചേരാണിത്. നല്ല രസമുണ്ടല്ലേ. യാമിക്കുട്ടിനെ കാണുന്നത് ഇപ്പോഴും സത്യം പറഞ്ഞ ഒരു അത്ഭുതം പോലെയാണ് കേട്ടോ. പെട്ടെന്ന് ഇത്താൻ്റെയും അളിയൻ്റെയും ഷെഫ്കുട്ടിനെ കൂടെ കാണുമ്പോൾ ഇത് പാര അങ്ങനെ തോന്നും. പെട്ടെന്ന് നമ്മളിടയ്ക്ക് വന്നിട്ടുള്ള ഒരാൾ എന്താണെന്നറിയില്ല, ഭയങ്കര സ്പെഷ്യലാണ് അവൾ. അതിപ്പോൾ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഇത്ര സ്പെഷ്യലായിട്ടെന്ന് ആ കമൻസ് വായിക്കുമ്പോൾ തന്നെ അറിയാം. അതുപോലെയാണ് ഭയങ്കര സ്പെഷ്യലായിട്ട് കിട്ടിയ സത്യം പറഞ്ഞ ഒരു ഗിഫ്റ്റ് കിട്ടിയ പോലത്തെ ഒരാളാണ് യാമിക്കുട്ടി. പഠിച്ചോനെ ആ എക്സാമിന് പഠിക്കണപ്പോ കൂട്ടിട്ട് BSc ഫിസിക്സിന് പഠിക്കണ ഓളെ ഇവിടെ കൊച്ചു മുതലാളില്ലാത്ത സമയം നോക്കി കൊച്ചു മുതലാളിന്റെ ബീഫ് ബാഗിൽ കയറി ഇരിക്കാം. ഇടം പിടിച്ചു. ചിണുങ്ങീന് യാമിക്കുട്ടിക്ക് വിശന്നു ഗൈസ്. അറിങ്ങാതെ സക്സസ് ആണല്ലേ. ചാനലിന്റെ കേട്ടോ. ആണുങ്ങള് കിച്ചണിൽ ഇറങ്ങി ദർശനൊക്കെ കേസ് തരുമോ? ആണുങ്ങൾ കിച്ചണിൽ ഇറങ്ങാനേ പാടില്ല, ഉണ്ടാക്കാൻ പാടില്ല, സ്വന്തം വീട്ടിൽ തുടക്കാൻ പാടില്ല, അടിച്ചു വരാൻ പാടില്ല. അത് പഴയ ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെയാണ്. നമ്മുടെ ന്യൂ ജനറേഷൻ അല്ലേ, നമ്മള് 50-50. വെറുതെ അത് പറയണ്ടെന്ന്. അല്ല അളേന്റെ ആ ദോഷന്റെ സ്കില്ല് കണ്ടപ്പോഴേ ഓൻ്റെ എനിക്കും ഇതൊരു സ്കില്ല് ചെയ്യാൻ വേണ്ടിട്ടാണ്. അടുത്ത് നോക്കട്ടെ. അതെ, മറക്കരുത്. നന്ദി വേണം. അല്ലടാ, അതെ, നിന്റെ ദോഷന്റെ കുരു ഞാനാ. ഇപ്പൊ ഇന്റത് കണ്ടിട്ടാണ് കൊതി വട്ടം കണ്ടപ്പോഴേ കഴിയുമോ, ഈ കഴിവുണ്ടോന്നാണ് കൊറേ നേരം ഇങ്ങനെ ഇടങ്ങാണ്ടിട്ട് നോക്കൂടെ പഠിച്ചോക്കണോ. ചെക്കന്മാർക്ക് ഇൻട്രസ്റ്റ് ആയി. ഇങ്ങനെയാണ് കുട്ടികളെ നമ്മൾ ഇൻട്രസ്റ്റ് ആക്കേണ്ടത് കുക്കിങ്ങിലൊക്കെ. അതാണ് അവരെ പറയാറില്ല, കാണിച്ചു കൊടുക്കും, പ്രവൃത്തി കൂടെ കാണിച്ചു കൊടുക്കും. കണ്ടോ, ചെക്കൻ മോട്ടിവേറ്റഡ് ആയി. ഇപ്പൊ ഫുഡ് ഉണ്ടാക്കാനൊക്കെ അടുക്കളയിൽ കയറാത്ത കുട്ടിയായിരുന്നു. അതാണ് നെക്സ്റ്റ് ജാസിക്കുട്ടിന്റെ മമ്മൂട്ടി. അവണ്ണി കൊണ്ട് ദോശയൊക്കെ ഒഴിക്കുന്നുണ്ട്. എന്താകും എന്തോ. അല്ലെ നെയ്റോസ്റ്റിക്ക് പോയി, നെയ്റോസ്റ്റിക്ക് പോയി. കൊറച്ച് നേരമായി കൊതിച്ച് നിക്കണേ. അന്ന് മൂടി വെച്ച് ശരിയായിട്ടില്ല കേട്ടോ. ക്ഷീണം വരെ ഗുരുരാ. ഇതുകൊണ്ടഞ്ഞ് ശങ്കരമംഗലത്ത് പോയിട്ട് അളി അറഞ്ചം മുറഞ്ചും ദോശ വിടും. ശാസ്ത്രി കുട്ടി എന്ത് എന്റെ കുട്ടി വെച്ച് അത് എടുക്കണോടത്താണ് ഇനി എക്സാം പൂർത്തിയാവുക. ഓഹോ, ജാസ്തി കുട്ടി പണിയെടുപ്പിക്കില്ല. ലാസ്റ്റ് ദോശ ഓക്കെ. ഒന്നുകൂടി ചെറുത് ദക്ഷിണ വെച്ചോ, ദക്ഷിണ വെച്ചോ. അവിടെ ദോശ ആയാലും ചേക്ക വരുന്ന ആള് ഈസുകൂട്ടനെ കൊറച്ച് നേരമായി തുടങ്ങിട്ട്. എന്തും പണ്ടില്ലാത്ത വിശപ്പാണ് ഗൈസ്. യാമിക്കുട്ടി ഇവിടെ വികൃതി കാട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാനായി. അളി നല്ല ദോശയും ബീഫും ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ യാമിക്കുട്ടി? യാമിക്കുട്ടിക്കില്ല കേട്ടോ, പക്ഷെ അക്രമം ഗൈസ്. ഇവിടെ ടിഷ്യൂ പേപ്പറൊക്കെ കീറി പരത്തിയിടുന്നു. ഓളെ ബയ്യല്ല, നിങ്ങൾക്ക് വേണ്ടത്രൊരു മൂടില്ല കേട്ടോ. ബയ്യുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാം. പിന്നെ ഇങ്ങനെ മനസ്സിന് വിഷമം തോന്നുന്നുണ്ട്. ബയ്യില്ലാത്തതിൻ്റെ ഒരു വിഷമം. സ്പെഷ്യലാണ് അടിപൊളി ദോശ, ഗ്രീൻ പീസ് ബീഫ്.
ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ ഫുൾ സംസാരത്തിന് അപ്പത്തിന് ഇതാ ഇസുകുട്ടനൊക്കെ ഇവിടെ സുഖമായിട്ട് എല്ലാവരും കൂടി മോളിൽ കിടക്കണം, നല്ല രസമാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, വരൂ. യൂറിൻ പാസ് ചെയ്തിട്ടില്ല. കമോൺ കമോൺ വൈകിട്ട് നീ കിട്ടുന്നില്ലല്ലോ. ഓക്കെ, ഇനി എന്താ ഞൊണ്ടിയൊക്കെ വരുന്നത്? കമോൺ ലെറ്റ്സ് ഗോ. അതില ഉണ്ണിക്കാ വായിലടിച്ചാൽ ഉണ്ണിക്കാക്ക് വന്ന് കിടന്നോളൂ. നമുക്ക് മോളിൽ പോകാം. ശൈത്യമ്മ ഫ്രഷ് ആയിട്ട് വരും. പോകുന്ന വഴി ഇവിടെ എന്തോ കിടപ്പുണ്ട്. മൂത്താപ്പൻ്റെ ഫോട്ടോ ആണ്. സർപ്രൈസ് ആയിക്കോട്ടെ, വീഡിയോ കാണുമ്പോൾ കണ്ടോളൂ. അടച്ചവരെ അളിയതേ അല്ല. കുട്ടികളൊക്കെ ഒഴിവാക്കിയില്ലേ? ഇനി പറഞ്ഞ സുഖമായിട്ട് ഉറങ്ങാനോ? അപ്പോഴേ രാവിലെ എണീറ്റൊന്ന് ഫ്രഷായി. ഇനിയിപ്പോൾ ഇന്ന് ഒരു കല്യാണം ഉണ്ട് കേട്ടോ, അമ്മച്ചിക്കും ഷൈത്താക്കൊക്കെ. അമ്മച്ചിൻ്റെ ഫാമിലിയുടെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളോട് കാണിച്ചു തരാം. പഠിക്കാൻ തുടങ്ങിയില്ല ഇപ്പോഴും? പഠിച്ചോ? മലയാളം എക്സാം ആണ് നാളെ. എന്നിട്ടെന്താ പഠിക്കത്? പോയിട്ട് പഠിച്ചോ? കൈപ്പട എഴുതാനുണ്ട്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഹെൽപ്പ് എഴുതി തരുമെന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും ഞാനൊക്കെ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വരെ ഇനി 4, 5, 6, 7, 8, 9, 10 ഇനി 7 വർഷം, ഇനി 7 വർഷം കൂടി പഠിച്ചാൽ മതിയില്ലേ. അങ്ങനെ കയ്യമ്മി കാലമ്മി കണക്ക് കൂട്ടിയിട്ട് ഒരുവിധം സ്കൂളൊക്കെ ഒന്ന് കഴിച്ചതാണ്. പിന്നെ ഒരു 10ക്കൊക്കെ എത്തുമ്പോഴാണല്ലോ പിന്നെ +1, +2, ഡിഗ്രി, PG അതൊക്കെ ആകുമ്പോൾ ഇൻട്രസ്റ്റ് ആവും. ചെറുപ്പത്തിൽ ഭയങ്കര മടിയായിരുന്നു, സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു എനിക്കൊക്കെ. ഞാനൊക്കെ ഒരു 10ാം ക്ലാസ് വരും എപ്പോഴും ലീവ് എടുക്കുന്ന ആളുണ്ടാവില്ല, അങ്ങനത്തെ ആളായിരുന്നു. പിന്നെ അങ്ങനെ 9, 10, +1, +2 ഒക്കെ എത്തിയപ്പോഴാണ് അങ്ങനെ ഒരു ലീവൊക്കെ നിർത്തി. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനത്തെ എഴുതി കൊടുത്തുള്ള ഹെൽപ്പൊന്നും ചെയ്യാറില്ല, ഒക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ട് പോയവരെ. അതുകൊണ്ട് കൈപ്പട ഞാൻ എഴുതുന്ന ആരും വിചാരിക്കണ്ട. ആ ബൂബുക്കുട്ടി പുറത്താ കാറിൻ്റെ അടിക്ക് പോകണ്ടോ? നോക്കിയാ ബൂബു പോണ്. ചെല്ലേ വേഗം അതൊക്കെ എഴുതി വായിച്ച് ഫിനിഷാക്കി വെച്ച് നിനക്ക് കല്യാണത്തിന് പോണ്ടേ? ചവിട്ടി കൂട്ടുന്നേ യാമിക്കുട്ടി, എന്താ ചവിട്ടി കൂട്ടുന്നേ? അയ്യോ ചവിട്ടി കൂട്ടുന്നേ യാമിക്കുട്ടി വികൃതി പാട്ടുന്നതാ. അത് യാമിക്കുട്ടി വാങ്ങിക്കേ ഭയങ്കര കാക്കാനെ ഞാൻ ശരിയാക്കി തരും കേട്ടോ, കാക്കാനെ ഞാൻ ശരിയാക്കി തരും. ഇങ്ങനെ അടിക്കടി യൂട്യൂബിൽ കാണാം. ആ ഡ്രസ്സുകളും ഒക്കെ കൊടുത്തിരുന്നല്ലേ ആ പേജിൽ നിന്ന്. ഷൈത്തയുടെ ചാനലിൽ പോയിട്ട് കൊണ്ടുപോകണ കരാറുണ്ട്. അമ്മച്ചിൻ്റെ കല്യാണത്തിന് പോകുന്ന സാരി നല്ല രസമാണ്. കളർ കോമ്പിനേഷനാണ്. കരിനീലയും ബ്രൗണും. ഞങ്ങൾ നെബ്രോട്ടിനെ ഏൽപ്പിച്ചിട്ട് പോവാ. ചൂടാക്കി വെച്ചോളിട്ടാ. അത് അങ്ങനെ നല്ല കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അതാ നീ ആൺകുട്ടിയൊക്കെ വരാൻ പോകാം. അതെന്ന് തോന്നിക്കുന്ന അതുപോലത്തെ പറ്റണം. പിന്നെ ഇത് വേറെ ഉണ്ടാവൂലേ കടയില്? അപ്പൊ അങ്ങനെ ശൈത്യയും ഉമ്മച്ചിയും
മാപ്പില്ല അളയനവരൊക്കെ കല്യാണത്തിന് പോയിട്ടോ. ഞങ്ങൾക്കൊന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു അളയൻ രാവിലെ തന്നെ. ഞാൻ പറഞ്ഞു ബിരിയാണി ഒന്നും വേണ്ട, എനിക്കൊന്നും നമ്മൾ ചുമയൊക്കെ മാറിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാനുള്ളൊരു ഇതൊന്നുമില്ല, വിശപ്പൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇന്നലത്തെ ബീഫ് തന്നെ ഇരിക്കുന്നുണ്ട്. ബീഫൊക്കെ ചൂടാക്കി ചോറും ബീഫും പിന്നെ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി മോരൊക്കെ കൊടുത്തു വെച്ചിരുന്നു. അപ്പോൾ അതും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഒട്ടും കഴിക്കാൻ തന്നെ വയ്യ. അപ്പം നമ്മൾ നല്ല പട്ടളക്കാരൻ നിൽക്കുന്നു ബാക്കിൽ. അപ്പോഴേ നമുക്ക് നല്ല ചോറും ബീഫും അച്ചാറൊക്കെ കഴിക്കാം അല്ലേ? ഉണ്ണിക്കുട്ടനുണ്ട് ഇവിടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി റെസ്റ്റൊക്കെ ചെയ്തപ്പോൾ തന്നെ അവരെല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു കുഞ്ഞു ഷൂട്ട് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വേറെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇത്താൻ്റെ അവിടെ വരുമ്പോൾ വേറൊരു ബാക്ക്ഗ്രൗണ്ടാണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ചുരിദാറിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഹലോ, അപ്പോഴേ ഞാൻ ഉറങ്ങുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഷെഫ് കുട്ടിനും കൂടി വന്നപ്പോൾ കുറച്ച് നേരം എല്ലാവരോടും സംസാരിച്ച് കേൾക്കായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫോട്ടോഷൂട്ട് എടുക്കാണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സിൻ്റെ. ഈ ഒരു ഡ്രസ്സ് തന്ന പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതിലിങ്ങനെ കുറേ കാലം ഇങ്ങനെ സ്കാർഫൊക്കെ ഇട്ടിട്ട് ചുരിദാറിട്ട്, അപ്പം അങ്ങനത്തെ ഫോട്ടോഷൂട്ട് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഇന്ന് പുഴയിൽ പോകാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നോക്കട്ടെ, ഒന്ന് പോയി റെഡി ആയിട്ട് പുഴയ്ക്ക് ഉള്ള പ്ലാനൊന്നും അങ്ങനെ ആ വിരുന്നുകളും കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.